നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. നമ്മളുടെ അയൽപ്പക്കത്തുള്ള, നമ്മളുടെ ഇടവകയിലുള്ള, നമ്മളുടെ സമുദായത്തിലുള്ള, നമ്മളുടെ സഭയിലുള്ള വിശ്വാസികൾക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതെന്റെ വേദനയാണെന്ന് തിരിച്ചറിയുവാനുള്ള ചിന്തയും തോന്നലും നമുക്കുണ്ടോ സുഹൃത്തുക്കളെ? അവിടെയാണ് നമ്മളുടെ സമുദായ ബോധം വരേണ്ടത്. എനിക്കും നിനക്കും എന്താ എന്നുള്ള ചിന്തയല്ല, മറിച്ച് ഇതെന്റെ സഹോദരനാണ്, എന്റെ ക്രിസ്തുനാഥന്റെ ധീരമായിട്ടുള്ള പ്രേക്ഷിത ദൗത്യത്തിന് പങ്കാളികളായി പിന്തുടർച്ചക്കാരായി വന്ന എന്റെ സഹോദരന്മാരാണെന്നുള്ള ചിന്തയിൽ ഈ കുടുംബങ്ങളിലുള്ള ആളുകൾക്ക്, കുട്ടികൾക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അവിടെ അതെന്റെ വേദനയാണെന്ന് ചിന്തിക്കുവാനുള്ള ബോധവും നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതാ ഈ സമുദായ ശക്തീകരണ വർഷങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുക. നിരവധിയായിട്ടുള്ള പ്രതിസന്ധികളും വെല്ലുവിളികളും നമ്മൾ ഈ നാളുകളിൽ കാണുന്നതല്ലേ? നമ്മളുടെ സമുദായം നേരിടുന്നത്, നമ്മളുടെ എത്രയോ പെൺകുട്ടികളെ ഈ നാളുകളിൽ, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മളുടെ കുടുംബങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി, അപ്രത്യക്ഷമായി, ഇന്നും കാണാൻ സാധിക്കാത്ത തരത്തിൽ എവിടെയൊക്കെയോ തെരയുന്നില്ലേ? നമുക്ക് വേദനിക്കുന്നുണ്ടോ? എന്റെ മകളാണ്, എന്റെ മകനാണ് നമ്മളുടെ കുടുംബത്തിൽ നിന്ന് പോയെന്നുള്ള ചിന്ത ഇവിടെ ഇരിക്കുന്ന ഓരോ നസ്രാണിക്കും ഉണ്ടായില്ല എങ്കിൽ നമ്മളുടെ സമുദായ ശക്തീകരണ വർഷ പ്രവർത്തനങ്ങളൊക്കെ വെറും വിഫലമായി പോകുമെന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എനിക്കും നിങ്ങൾക്കും വേദനിക്കണം പ്രിയപ്പെട്ടവരെ. വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ എത്രയോ ആളുകൾ കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഈ മുണ്ടക്കയത്തിന്റെയും എരുമ്പേലിയുടെ പ്രദേശങ്ങളിൽ എത്രയോ നാളുകളായിട്ട് വന്യമൃഗങ്ങൾ ഇങ്ങനെ വികാരം ആടിക്കൊണ്ട് എത്രയോ ആളുകൾ ഉപദ്രവിച്ച് കൊല്ലാതെ കൊല്ലുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ കാണുന്നില്ലേ? നമുക്ക് മുറിയുന്നുണ്ടോ? നമ്മളുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണോ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് വേദന ഉണ്ടാവുക? മറിച്ച് അങ്ങനെയാകരുത്. മറിച്ച് എന്റെ സമൂഹത്തിന്, എന്റെ സമുദായത്തിന് വേദനയുണ്ടായാൽ അത് എനിക്കും വേദനിക്കണം. അത് ഈ മുണ്ടക്കയത്ത് മാത്രമല്ല, അങ്ങ് ഹൈറേഞ്ചിലോ അങ്ങ് മലബാറിലോ ഒക്കെയുള്ള ആളുകളൊക്കെ നമ്മളുടെ സഹോദരങ്ങളല്ലേ, നമ്മളുടെ രക്തമല്ലേ? നമ്മളുടെ പൂർവികർ ഇവിടെ നിന്ന് കടന്നു വന്നുകൊണ്ട്, മലയോര മേഖല കടന്നു വന്നുകൊണ്ട് മണ്ണിനെ പൊന്നു വിളയിച്ചത് ആ നാട്ടിലെ ഈ സമൂഹത്തിലെ സാഹചര്യങ്ങളുടെ പ്രതിഫലനമാ. അവർ കടന്നു വന്ന ധീരന്മാരായിട്ടുള്ള ഒരു സമൂഹമുണ്ടായിരുന്നു നമ്മളുടെ അപ്പനപ്പൂപ്പന്മാർ. ധീരതയുടെ പര്യായമാ ഈ നസ്രാണികളുടെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത്. ധീരന്മാരായിട്ടുള്ള നമ്മളുടെ പൂർവിതാക്കന്മാർ മലമടക്കുകളിലേക്ക് കടന്നു വന്നുകൊണ്ട് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും പോരടിച്ചുകൊണ്ട്, മല്ലടിച്ചുകൊണ്ട് ആ നാട്ടിൽ കരകം വിളയിച്ചപ്പോൾ ഈ നാട് സമ്പൽ സമൃദ്ധമായി എന്നുള്ള യാഥാർത്ഥ്യം ഇന്നാട്ടിലെ ഭരണാധികാരികളോ രാഷ്ട്രീയ പ്രവർത്തകരെ വിസ്മരിക്കുവാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. അത് ഓർമ്മിപ്പിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ 50 ലക്ഷം വരുന്ന ജനങ്ങൾ ഒരു ജനത എന്നുള്ള നിലയിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമേ ഈ ജനതയുടെ പ്രതിസന്ധികൾ പരിഹരിക്കുവാനായിട്ട് ഈ നാട്ടിലെ ഭരണാധികാരികൾ തയ്യാറാവുകയുള്ളൂ എന്നുള്ള ചിന്തയാണ് ഈ സമുദായ ശക്തീകരണ വർഷത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നത്. അവിടെ വേദനിച്ചാൽ അത് തലശ്ശേരിയിലോ ചങ്ങനാശ്ശേരിയിലോ കാഞ്ഞിരപ്പള്ളിയിലോ ഹൈറേഞ്ചിലോ ആയാലും എന്റെ കുടുംബത്തിൽപ്പെട്ട, എന്റെ രക്തത്തിൽപ്പെട്ട, എന്റെ വിശ്വാസത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ കുടുംബത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായതെങ്കിൽ അത് എനിക്ക് വേദനിക്കുന്നതാണെന്നുള്ള ചിന്ത, ആ സമുദായ ബോധം നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിനുള്ള പരിശ്രമമായി മാറട്ടെ ഈ നാളുകളിലെ സമുദായ ശക്തീകരണ വർഷ ആചരണം എന്ന് പറയുക. നമുക്കറിയാം ഈ നാളുകളിൽ നമ്മളുടെ സഭയും സമുദായവും നേരിടുന്ന പ്രതിസന്ധികൾ കണ്ടുകൊണ്ടിരിക്കുന്നതാ. മാധ്യമരംഗം എടുത്തു നോക്കിയാൽ, ഏത് മാധ്യമം എടുത്താലും നമ്മളുടെ സഭയെയും നമ്മളുടെ സമുദായത്തെയും വളരെ മോശമായി ചിത്രീകരിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകുകയാണ്. ബിനാലെ നടത്തിയ നാളുകളിൽ അവർ നമ്മൾ കണ്ടു നമ്മളുടെ പരിശുദ്ധ പരിപാവനമായ നമ്മളുടെ ചിത്രത്തെ, ക്രിസ്തുവിന്റെ അന്ത്യത്താഴ ചിത്രത്തെ എത്ര വികലമായിട്ടാണ് കലാസൃഷ്ടി എന്നുള്ള പേരിൽ ചില അധമന്മാർ ചിത്രീകരിച്ചതെന്നുള്ളത് നമ്മൾ കണ്ടു, നമ്മൾ പ്രതികരിച്ചു. സംശയമില്ല. ഈ നാളിൽ നമ്മൾ സിനിമകൾ കണ്ടിട്ടില്ലേ? ഓരോ സിനിമ എടുത്താലും അവിടെ എവിടെയെങ്കിലുമൊക്കെ നമ്മളുടെ ക്രൈസ്തവ വിരുദ്ധത പടച്ചുവിട്ടുകൊണ്ട് നമ്മളുടെ സമുദായത്തെ മോശമാക്കി ചിത്രീകരിക്കുന്ന ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ കാണുന്നില്ലേ? കക്കുകളി നാടകം എത്ര ബോധപൂർവമായിട്ട് നമ്മളുടെ ബഹുമാനിയ സിസ്റ്റേഴ്സിനെ മോശമാക്കി ചിത്രീകരിച്ചു കേരളത്തിലുടനീളം പ്രദർശിപ്പിച്ചു. നമ്മൾ പ്രതികരിച്ചു, നമ്മൾ നിർത്തലാക്കി. സംശയമില്ലാത്ത കാര്യമാ. ഇത്തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ ഒരു ചാനൽ ചർച്ച എടുത്തു നോക്കിയാൽ നമുക്കറിയാം, ആ ചാനൽ ചർച്ചയിൽ എങ്ങനെയൊക്കെ നമ്മളുടെ സമുദായത്തെ ബോധപൂർവമായിട്ട് അവഹേളിക്കാൻ സാധിക്കുമോ എന്ന് ഗവേഷണം നടത്തുന്ന ഒരു വിഭാഗം ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ജാഗ്രതയോടുകൂടി കാണേണ്ടതാ.
ശൂന്യതയിൽ നിന്ന് ചില വിഷയങ്ങൾ പെട്ടെന്ന് പൊങ്ങി വരുന്നു, പെട്ടെന്ന് രണ്ട് ചർച്ചകൾ സംഘടിപ്പിക്കുന്നു, നമ്മളെ ബോധപൂർവ്വം അവഹേളിക്കുന്നു. ഇതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമാകുമ്പോൾ ഈ സമുദായ മക്കൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ജാഗ്രതയോടുകൂടി അതിനെതിരെ നിലകൊള്ളുവാനുള്ള ബാധ്യതയുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് പ്രിയപ്പെട്ടവരെ ഈ സമുദായ ശക്തീകരണ പക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സഭയും സമുദായവും ഒന്നാണെന്നുള്ള ചിന്തയാണ് വേണ്ടത്. ഒരു നാണയത്തിന്റെ അപ്പുറവും ഇപ്പുറമാ. സഭയെന്ന് പറയുന്നത് നമ്മളുടെ വിശ്വാസപരമായിട്ടുള്ള ജീവിതത്തിന്റെ വലിയ പ്രഖ്യാപനമാണ്, പ്രഘോഷണമാണ്. എങ്കിൽ സമുദായം എന്ന് പറയുന്നത് നമ്മളുടെ ആളുകളുടെ സാമൂഹ്യമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ജീവിതത്തിന്റെ സുസ്ഥിരമാക്കുവാനുള്ള വിഷയങ്ങളിൽ ഇടപെടാനുള്ള സഭയുടെ വലിയ കടമയും ദൗത്യവുമാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒന്നാ. നമ്മളുടെ ജനങ്ങൾക്ക് വേണ്ടി സഭാപിതാക്കന്മാർ നടത്തുന്ന വലിയ സാമൂഹ്യ ഇടപെടലാണ് ഈ സമുദായ ശക്തീകരണ വർഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു. മാധ്യമങ്ങളിൽ മാത്രമാണോ? കാർഷിക മേഖല എടുത്തു നോക്കിയേ. നമ്മളുടെ ആളുകളെ ബോധപൂർവം കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഈ നാളിൽ ഒളിഞ്ഞും തെളിഞ്ഞും നമ്മൾ കണ്ടതല്ലേ? കാർഷിക മേഖലയിൽ നമ്മളുടെ ആളുകൾ പടവെട്ടിയാ ജീവിക്കുന്നത്, കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത്, ദാരിദ്ര്യം അനുഭവിച്ചാ ജീവിക്കുന്നത്. അവരെ എങ്ങനെയും ഈ കാർഷിക മേഖലയിൽ നിന്ന് കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നിയമങ്ങളുടെ രൂപത്തിൽ ബഫർ സോൺ, ESA, അതുപോലെ തന്നെ ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ട് എല്ലാം നമ്മൾ ഒരുമിച്ച് നിന്ന് എതിർത്ത് തോൽപ്പിച്ചു എന്നുള്ളതാണ് ചരിത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പോരാടുക തന്നെ ചെയ്യും. അത് മാത്രമാണോ വന്യമൃഗങ്ങൾക്ക് യഥേഷ്ടം നമ്മുടെ നാടുകളിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മളുടെ ആളുകളെ ഉപദ്രവിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നത് ഈ നാട്ടിലെ സർക്കാരുകളുടെ രാഷ്ട്രീയമായിട്ടുള്ള നയങ്ങളുടെ പ്രതിഫലനമല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയുവാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാധിക്കില്ല. വനം വന്യജീവി നിയമത്തിന്റെ ഭേദഗതി വരുത്തണമെന്ന് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നമ്മൾ ആവശ്യപ്പെട്ടു. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടികളും ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചില്ല എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചു പോകരുത്. നമ്മളുടെ ആളുകളെ മലയോര മേഖലയിൽ നിന്ന്, കാർഷിക മേഖലയിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ അവിടെ നമ്മൾ പ്രതിരോധ കോട്ട തീർക്കുക തന്നെ ചെയ്യും, സംശയമില്ല. നമ്മൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. നമ്മൾ ഒരുമിച്ച് നിന്ന് പോരാടിയാൽ ഏത് പ്രതിസന്ധിയെ തോൽപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ശക്തി നമുക്കുണ്ട്, വലിയ തെളിവുകൾ നമുക്കുണ്ട്. ഈ നാളുകൾ കഴിഞ്ഞ നാളുകൾ നമ്മുടെ അമൽ ജ്യോതി കോളേജിൽ നടന്ന സംഭവം നമ്മൾ കണ്ടതല്ലേ? നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് കടന്നു കയറാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ചില കോണുകളിൽ നിന്നുണ്ടാകുമ്പോൾ അതിൽ നമുക്ക് വേദനയില്ല. നമ്മൾ കാണുന്നത് മൂവാറ്റുപുഴ കോളേജിൽ, എറണാകുളത്ത് പള്ളുരുത്തിയിൽ, കളമശ്ശേരിയിൽ ഉൾപ്പെടെ നമ്മളുടെ സ്ഥാപനങ്ങളിലേക്ക് കടന്നു കയറാനുള്ള ചില ശ്രമങ്ങൾ ബോധപൂർവമായിട്ട് ചില ക്ഷുദ്രശക്തികളുടെ ഭാഗത്തുണ്ടാകുമ്പോൾ നമ്മെ വേദനിപ്പിക്കുന്നത് അവരുടെ പ്രവർത്തനമൊന്നുമല്ല, മറിച്ച് ഈ നാട്ടിലെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ അധികാരമേറ്റിയ സർക്കാരുണ്ടല്ലോ, ഈ നാട് ഭരിക്കുന്ന സർക്കാർ, അതേത് സർക്കാരാണെങ്കിലും, ഇടതാണെങ്കിലും വലതാണെങ്കിലും BJP ആണെങ്കിലും, ആ സർക്കാരുകളുടെ ബാധ്യതയാണ് ഈ നാട്ടിൽ നീതിയും ന്യായവും ഭരണഘടനയും നടപ്പിലാക്കുക എന്നുള്ളത്. നമ്മളുടെ സ്ഥാപനങ്ങളിലേക്ക് അതിഥിവേശത്തോട് കടന്നു വന്നപ്പോൾ ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്തു ചെയ്തു എന്നുള്ളത് വലിയ ആത്മപരിശോധനയ്ക്ക് നമ്മൾ വിധേയമാക്കേണ്ടതുണ്ട്. ചില ഭരണാധികാരികളുണ്ടല്ലോ, നമ്മുടെ ചില മന്ത്രിമാർ ഉൾപ്പെടെ ബോധപൂർവ്വം അതിഥിവേശക്കാർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന നടപടികൾ സ്വീകരിച്ചു എന്നുള്ളത് ഈ സമുദായത്തെ തെല്ലൊന്നുമല്ല വേദനിപ്പിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാൻ പ്രിയപ്പെട്ടവരെ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ ഭരണഘടന നടപ്പിലാക്കുവാൻ ബാധ്യതപ്പെട്ട ആളുകൾ തന്നെ ഈ ഭരണഘടനയ്ക്ക് കത്തിവെക്കുന്ന സമീപനം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കച്ചവട മേഖലയിൽ നമ്മളെല്ലാവരും നിഷ്കാസിതരായി കഴിഞ്ഞില്ലേ? ഒരു കാലത്ത് നമ്മുടെ നാടിനെ നിയന്ത്രിച്ചു കൊടുത്ത കച്ചവടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ നസ്രാണികളായിരുന്നു, നമ്മുടെ ചേട്ടന്മാരായിരുന്നു, നമ്മുടെ അപ്പനപ്പൂപ്പന്മാരായിരുന്നു. ഇന്ന് കച്ചവട മേഖലയിൽ നമ്മൾ നിഷ്കാസിതരായി എന്ന് മാത്രമല്ല, വരും തലമുറയ്ക്ക് ഈ മേഖല താല്പര്യമേ ഇല്ലാത്ത തരത്തിൽ ആ മേഖലയിൽ നമ്മൾ അപ്രത്യക്ഷരായി, നമ്മളുടെ സാന്നിധ്യമില്ലാതായി. സംശയമില്ല, നമ്മളെങ്ങനെ ഈ പ്രതിസന്ധി അഭിമുഖീകരിക്കും? നമ്മളുടെ യുവജനങ്ങളിൽ നാട് വിട്ട് പലായനം ചെയ്ത് രാജ്യത്തിന്റെ മേഖലകൾ കടന്ന് അന്തർദേശീയ തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഭിമന്യ പിതാവ് പറഞ്ഞു കഴിഞ്ഞു, എത്രയോ ആളുകൾ കബളിക്കപ്പെടുന്നു. കുറച്ചാളുകൾ രക്ഷപ്പെടുന്നുണ്ടായിരിക്കാം, എത്രയോ ആളുകൾ കബളിപ്പിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ് അവർ ഈ നാട്ടിൽ നിന്ന് പലായനം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഈ നാട്ടിൽ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കാണ്ട് ബാധ്യതയുള്ള സർക്കാരുകൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഉള്ള തൊഴിലവസരങ്ങളിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റിക്കൊണ്ട്, പാർട്ടിക്കാരെ തിരികെ കയറ്റിക്കൊണ്ട് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അവസരങ്ങൾ നിഷേധിക്കുമ്പോൾ ഈ നാട്ടിൽ നമ്മുടെ യുവജനങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെ ആളുകളെ ഈ നാട്ടിൽ നിന്ന് പലായനം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നത്, പ്രേരിപ്പിക്കുന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ഈ സമൂഹം, ഈ ജനസമൂഹം, നമ്മളുടെ യുവസമൂഹം ഈ നാട്ടിൽ നിൽക്കുവാനായിട്ടുള്ള സാഹചര്യം ഒരുക്കുവാനായിട്ടുള്ള ബാധ്യത എനിക്കും നിങ്ങൾക്കുമുണ്ട്. അങ്ങനെ ഒരു ബാധ്യത നമ്മളുടെ പൂർവ്വപിതാക്കന്മാർ ഏറ്റെടുത്തുകൊണ്ട്
മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ഇവിടെ സുഖസുഷിപ്തമായിട്ട് ജീവിക്കുക. സുഖസുഷിപ്തമായിട്ട് ജീവിക്കുന്നത് നമ്മളുടെ അപ്പനപ്പൂപ്പന്മാരുടെ സുഹൃതമാണ്. അവരുടെ രക്തത്തിന്റെ വേർപ്പിന്റെ പരിണത ഫലമാണ് നമ്മളിവിടെ ഇരിക്കുന്നതെങ്കിൽ വരും തലമുറയെ ഈ സമൂഹത്തിൽ പിടിച്ചു നിർത്താനുള്ള ബാധ്യത നമുക്കുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലായിരിക്കണം ഈ സമുദായ ശക്തീകരണ വർഷത്തിന്റെ ഭാഗമായിട്ട്. അതുകൊണ്ട് എനിക്കും നിനക്കും എന്താ എന്നുള്ളതല്ല, മറിച്ച് ഇതെന്റെ ഉത്തരവാദിത്തമാണ്. ഈ സമുദായം ഇവിടെ നിലനിൽക്കേണ്ടത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഈ സമുദായം ഒരുമിച്ച് നിന്നാൽ ഒരു ശക്തിക്കും നമ്മെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ലോകത്തിലെ ഏറ്റവും ക്രിയാത്മകമായ, ഏറ്റവും പ്രൗഢമായിട്ടുള്ള ബൗദ്ധിക സാമൂഹിക ബോധ്യങ്ങളുള്ള ഒരു ജനതയാണ് നമ്മൾ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ 50 ലക്ഷത്തിലധികം വരുന്ന നസ്രാണികൾ തിങ്ങിപ്പാർക്കുന്നുണ്ടെങ്കിൽ ആ നസ്രാണികൾ ഒരു ജനതയാ. നമ്മളൊരു ജനതയാ. ഒരു ജനത എന്നുള്ള നിലയിൽ നമ്മളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് അതിശക്തമായിട്ടുള്ള സാമൂഹ്യമായിട്ട് ഇടപെടൽ നടത്തുവാനായിട്ട് നമ്മളുടെ ഒരുമയും ഐക്യവും ഐക്യബോധവുമാണ് അനിവാര്യമെങ്കിൽ ആ ഐക്യബോധം ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഈ സമുദായ ശക്തീകരണ വർഷത്തിൽ നമ്മൾ ഉന്നയിക്കാൻ വേണ്ടി പോവുക. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ വരുന്ന കാലഘട്ടങ്ങളിൽ മുൻപോട്ട് പോകുന്നത്. നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടിയിരിക്കുന്നു. അത് സാമുദായികമായിട്ടാണെങ്കിൽ നമ്മൾക്കെതിരെ നിൽക്കുന്ന അധിനിവേശങ്ങളെ ചെറുക്കുവാനായിട്ട് നമ്മൾക്ക് ഒരുമയുടെ ശബ്ദവും ശക്തിയും നമ്മൾ പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയമായിട്ടാണെങ്കിൽ അങ്ങനെ തന്നെ, സംശയമില്ല. രാഷ്ട്രീയമായിട്ട് ചിന്ന ഭിന്നമായി പോയിരിക്കുന്ന നസ്രാണികൾ ഒരുമിച്ച് നിൽക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ചിലപ്പോഴൊക്കെ ചില ആളുകളുടെ സ്വാർത്ഥപരമായിട്ടുള്ള താല്പര്യങ്ങളുടെ പരിണത ഫലമായിട്ട് നമ്മളുടെ ആളുകൾ രാഷ്ട്രീയമായിട്ട് ചിതറിക്കപ്പെട്ടു പോവുകയാണ്. വ്യക്തിപരമായിട്ട് ചില ആളുകൾക്ക് നേട്ടങ്ങൾ ഉണ്ടായിരിക്കാം. വ്യക്തികൾ വളരുന്നു, ഒരു സമുദായം നമ്മൾ തളരുന്നു എന്നുള്ള ചിന്ത നമ്മളുടെ രാഷ്ട്രീയ നേതാക്കന്മാരും മറന്നു പോകരുത്. ഈ സമുദായത്തെ ബാധിക്കുന്ന പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ നിയമസഭയിലും പാർലമെന്റിലും നിങ്ങളെടുത്ത സമീപനമൊക്കെ ഞങ്ങൾ കണ്ടതാ. ഞങ്ങൾക്കറിയാം, അവിടെ ഭരണപക്ഷമില്ല, പ്രതിപക്ഷമില്ല, എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ സമുദായത്തിന്റെ പ്രശ്നങ്ങളെ ബോധപൂർവ്വം അവഹേളിക്കാം എന്നുള്ള ചിന്തയിൽ നമ്മളുടെ ആവശ്യങ്ങൾ നിയമസഭയിൽ വന്നപ്പോഴും പാർലമെന്റിൽ വന്നപ്പോഴും, അത് മുനമ്പ് പ്രശ്നമായിക്കൊള്ളട്ടെ, സ്വാശ്രയ കോളേജ് പ്രശ്നമായിക്കൊള്ളട്ടെ, വന്യജീവി പ്രശ്നമായിക്കൊള്ളട്ടെ, ജസ്റ്റിസ് JV കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രശ്നമായിക്കൊള്ളട്ടെ, ഈ വിഷയങ്ങളിലൊക്കെ ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ പ്രഖ്യാപിക്കേണ്ട ബാധ്യതയുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്താണ് പ്രിയപ്പെട്ടവരെ ഈ കാഞ്ഞിരപ്പള്ളി സമ്മേളനം നമ്മൾ പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുക. അതുകൊണ്ട് തന്നെ ഈ സമുദായത്തെ അവഗണിക്കുവാനായിട്ട് ഈ നാട്ടിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സാധിക്കാത്ത തരത്തിൽ സംഘടിതമായിട്ട് നമ്മളുടെ സമുദായം ഒരുമിച്ച് നിന്ന കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ നേടിയിട്ടുണ്ട്. ഇനിയും ഒരുമിച്ച് നിന്നാൽ നമുക്ക് നേടാൻ സാധിക്കും. ഈ സമുദായത്തിലേക്ക് കടന്നു വരുവാനായിട്ട് അധിനിവേശം നടത്തുവാനായിട്ട് നമ്മൾ ആരെയും അനുവദിക്കില്ല. അതിന് നമുക്ക് രാഷ്ട്രീയമായിട്ട് വേണമെങ്കിൽ ചില തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ എടുക്കേണ്ടതായിട്ടുള്ള കാലഘട്ടമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് പ്രിയപ്പെട്ടവരെ ഈ സമുദായ ശക്തീകരണ വർഷത്തെ നമ്മൾ ഉന്നയിക്കാൻ വേണ്ടി പോവുക. അതുകൊണ്ട് നമ്മൾ കക്ഷി രാഷ്ട്രീയമൊന്നും പങ്കാളിയാവുന്ന ആളുകളല്ല, മറിച്ച് ഈ സമുദായത്തിന്റെ ജീവിത പ്രശ്നങ്ങളാണ് നമ്മളുടെ രാഷ്ട്രീയം. ഈ സമുദായത്തിന്റെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. നമ്മൾക്ക് ഇവിടെ ജീവിക്കണം, വരും തലമുറയ്ക്ക് ഈ നാട്ടിൽ ജീവിക്കണം. അതിനുള്ള സാഹചര്യം എടുക്കുവാനുള്ള ബാധ്യത ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഭരണാധികാരികൾ ഏറ്റെടുത്തില്ല എങ്കിൽ നിയമപരമായിട്ടോ രാഷ്ട്രീയമായിട്ടോ തെരഞ്ഞെടുപ്പിലോ നമ്മൾ പ്രതികരിക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്താണ് പ്രിയപ്പെട്ടവരെ ഈ സമുദായ ശക്തി വർഷം നമ്മൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നത്. അങ്ങനെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ നമ്മളുടെ അവകാശങ്ങൾ, നമുക്ക് ന്യായമായിട്ടുള്ള അവകാശങ്ങൾ നമ്മൾക്ക് ലഭിക്കും. വേറെ ആരുടെയും അവകാശങ്ങൾ നമുക്ക് വേണ്ട. അവരെല്ലാം സന്തോഷമായിട്ട് ജീവിക്കണം. അവർക്കൊപ്പം നമ്മളെയും അവഗണിക്കരുതേ എന്ന ചിന്ത പകർന്നു വെച്ചുകൊണ്ടാണ് ഈ സമുദായ ശക്തീകരണ വർഷം നമുക്ക് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൗഢമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ കത്തോലിക്ക കോൺഗ്രസ് സമുദായ സംഘടന എന്നുള്ള നിലയിൽ ഈ നാളിൽ നടന്ന വലിയ പോരാട്ടങ്ങൾ, അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും മുഖം നോക്കാതെ ധരിക്കുന്നവർ ഉത്തരവാദിത്വം ബോധ്യപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന പോരാട്ടങ്ങളിൽ നിങ്ങളും പങ്കാളികളാകണം, നിങ്ങളും അണിചേരണം. കാഞ്ഞിരപ്പള്ളി ശക്തമായിട്ടുള്ള ഒരു കത്തോലിക്ക കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ഉണരേണ്ടിയിരിക്കുന്നു, വളരേണ്ടിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഈ ലോകത്തുള്ള 50 ലക്ഷം വരുന്ന ആളുകൾ, അത് കേരളത്തിലായിക്കൊള്ളട്ടെ, കേരളത്തിന് വെളിയിലായിക്കൊള്ളട്ടെ, രാജ്യത്തിന് വെളിയിലായിക്കൊള്ളട്ടെ, ഒരു ഗ്ലോബൽ നെറ്റ്വർക്കിങ്ങിലൂടെ മുഴുവൻ ആളുകളെയും പരസ്പരം കണ്ണികളാക്കി മാറ്റിക്കൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് അവരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പരസ്പരം സഹകരിക്കുന്ന, സഹായിക്കുന്ന, ഇടപെടുന്ന, പോരാടുന്ന ഒരു ജനവിഭാഗമായിട്ട് മാറുവാനായിട്ട് ഈ സമുദായത്തിന് നസ്രാണികൾക്ക് നാളുകളിൽ സാധിക്കട്ടെ എന്നുള്ള തുടക്കമാണ് ഈ സമുദായ ശക്തി വർഷത്തിന്റെ ഉദ്ഘാടനമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വരും കാലഘട്ടങ്ങളിൽ ഒരുമിച്ച് നിൽക്കാം, ഒറ്റക്കെട്ടായി നിൽക്കാം, പ്രതിസന്ധികൾക്കെതിരെ പോരാടാം. കാരണം നമ്മളൊരു ജനതയാ. 2000 വർഷത്തെ ചരിത്രപരമായിട്ടുള്ള പാരമ്പര്യമുള്ള മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യം പേറുന്ന ധീരനായിട്ടുള്ള മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യം പേറുന്ന ധീരതയുടെ മുഖമായ ഒരു ജനസമൂഹമാണ് നസ്രാണികൾ നിന്നുകൊണ്ട് ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഈ വർഷം മുമ്പോട്ട് പോകാം. വരും കാലഘട്ടത്തിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എല്ലാ ആശംസകളും നേർന്നുകൊണ്ട്, നിങ്ങൾക്ക് അഭിവാദികൾ നേർന്നുകൊണ്ട്, ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്